വൻപയർ തോരനാണ് ഇന്നത്തെ റെസിപ്പി നമ്മളുടെ. അതിലേക്കായി ഒരു കുക്കറിലേക്ക് വൻപയർ ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഒരു 2 വിസിൽ പ്രഷർ കുക്ക് ചെയ്തെടുക്കാം നമുക്കിതിനെ. ഈ സമയത്ത് നമുക്ക് വൻപയർ തോരനായിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവ് ജീരകം ചേർത്തിട്ടുണ്ട്. ഒരു അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് ഇതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ നന്നായിട്ട് ഒന്ന് പേസ്റ്റ് ആക്കേണ്ട ആവശ്യം, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരു പാൻ ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 2 വറ്റൽമുളകും ഒരു 10 ചെറിയുള്ളിയും ഒരു ചെറിയ സവോളയുടെ ചെറുതായി കൊത്തി അരിഞ്ഞും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത്രയും വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും, നേരത്തെ നമ്മൾ അരപ്പിൽ പച്ചമുളക് എടുത്തുകൊണ്ട് മുളക് പൊടി അധികം എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത്, നമ്മൾ നേരത്തെ കുക്കറിൽ പയർ വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് മുളക് പൊടി ഇടുന്നുള്ളൂ, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. നമുക്ക് പയറിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തേക്കണം. നേരത്തെ നമ്മൾ ഉപ്പ് ചേർക്കാത്ത കാരണം ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പയർ നമുക്കിതിലേക്ക് ചേർക്കാം. കൂടെ തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് തുറന്ന് വെച്ചൊന്ന് നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് വറ്റുന്ന വരെ നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു വൻപയർ തോരൻ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. എനിക്ക് ഈ റെസിപ്പി കണ്ട് ഇഷ്ടപ്പെട്ട എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നേരത്തെ വെച്ചിരിക്കുന്ന അരപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ വൻപയർ തോരൻ റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റ് ആയിട്ട് വളരെ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വൻപയർ തോരനാണ്. അപ്പോൾ ഇതുപോലെ പുതിയ വീഡിയോക്കായി ഇനിയും കാത്തിരിക്കാം. ബൈ ബൈ.